ഒരു 10 കോൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു 5 പണിക്കാരെയും നമുക്ക് സെറ്റ് ആവും. അപ്പോൾ ഓൾറെഡി ആദ്യം തന്നെ മാർക്ക് ചെയ്ത അവർ വീണ്ടും മാർക്കുമൊക്കെ തന്നെയാണ്. ഹലോ നമസ്കാരം, ജംഷിയാണ് റോക്സ് ഡോളമേ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഷോപ്പിലല്ല, ഇന്ന് നമ്മളിവിടെ എടവണ്ണപ്പാറ ഒരു സൈറ്റിലാണ് നിൽക്കുന്നത്. എടവണ്ണപ്പാറ ഇവിടെ സൈറ്റിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അർണാവൈറ്റ് പറഞ്ഞ മെറ്റീരിയലാണ് ഇവിടെ. അപ്പോൾ ആ വർക്കിന്റെ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കിയാലോ. വീടിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. അത് നമ്മളിവിടെ മണലും സിമെന്റൊക്കെ മിക്സ് ചെയ്ത് നിരത്തി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-25 വർഷം പഴക്കമുള്ള വീടാണ്. റിനോവേഷൻ നടന്നതാണ്. റിനോവേഷൻ നടന്ന സമയത്ത് ഈ ഒരു ലിവിങ് റൂം എക്സ്ട്രാ എടുത്തതാണ്. അതുപോലെ തന്നെ സിറ്റ് ഔട്ട് എക്സ്ട്രാ എടുത്തതാണ്. ഇവിടെ ചെറിയ സിറ്റ് ഔട്ട് അങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ആദ്യം തന്നെ മാർബിൾ ചെയ്ത വീട് തന്നെയായിരുന്നു. അപ്പോൾ അവർക്ക് കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഒരേ മെറ്റീരിയൽ കിട്ടാൻ നമുക്ക് ബാക്കിയുള്ള മാർബിൾസൊക്കെ പൊട്ടിപ്പൊളിച്ച് എടുത്തുകൊണ്ട് വീണ്ടും വെച്ചിട്ട് വീണ്ടും മാർബിൾ ചെയ്താണ്. അതായത് മാർബിൾ ചെയ്ത് 10-20 വർഷം താമസിച്ച വീട് അവർ വീണ്ടും മാർബിളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. മാർബിളിന്റെ ഒരു ഗുണം കൊണ്ട് മാത്രമാണ് അയിമക്ക് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ വീടിന്റെ കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റെയർ കേസ് ഒക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. മാർബിൾ ഓൾറെഡി ഉള്ള മെറ്റീരിയൽ കുത്തി പൊളിച്ചിട്ടില്ലേ, ഫുള്ള് പൊളിച്ചെടുത്തതാണ്. ഇപ്പം നമ്മളിവിടെ ചെയ്ത സമയത്ത്, ഇവിടുന്ന് മാർബിൾ എടുത്ത സമയത്ത് മാർബിളിന്റെ അടിയിൽ നോക്കുമ്പോൾ കോൺക്രീറ്റ് ഇല്ല. പഴയ കാലത്ത് ചെയ്ത വീടല്ലേ. അന്നത്തെ ഒരു സിസ്റ്റം തന്നെ ബോളർ മാത്രം ഇട്ടുകൊണ്ട് അമർത്തിക്കാണ്ട് അതിന്റെ മേലെ പരിക്കിട്ടുകാണ്ട് പിന്നെ മാർബിൾ വീഴ്ചക്കാണ് ചെയ്തത്. ഈ മാർബിൾ എടുത്ത സമയത്ത് നമ്മൾ നോക്കുമ്പോൾ താഴെ കോൺക്രീറ്റ് ഇല്ല, ഈ ബോളർ മാത്രമേ ഉള്ളൂ. പല സ്ഥലങ്ങളിലും മണ്ണ കാണുന്നത്. കാരണം മാർബിൾ എടുക്കുമ്പോൾ അതിന്റെ കൂടെ കുറെ ബോളറും കാര്യങ്ങളൊക്കെ പോയി വേസ്റ്റിന്റെ കൂടെ പോയിക്കണം. പിന്നെ പല സ്ഥലത്തും നോക്കുമ്പോൾ മണ്ണാണ്. അതുപോലെ വാട്ടർ ലെവല് ചെക്ക് ചെയ്ത സമയത്ത് ഒരു സ്ഥലം ഡൈനിങ് ഹാളും കാര്യങ്ങളൊക്കെ ഉയർത്താണ് വന്നിന്. വാട്ടർ ലെവല് വ്യത്യാസമുള്ള സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ പോയിരുന്നു ഒരാഴ്ച മുമ്പ്. അപ്പൊ അതിന് ശേഷം അവര് കോൺക്രീറ്റ് ഒക്കെ പൊളിച്ച് എല്ലാ ഏരിയയും കോൺക്രീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഇന്ന് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. വർക്ക് സ്റ്റാർട്ട് നമ്മൾ വാട്ടർ ലെവലൊക്കെ പിടിച്ചിട്ടാണ്. വാട്ടർ ലെവൽ മാർക്ക് ചെയ്തിട്ട് അതിന്റെ ലൈന് മാർക്ക് ചെയ്യാണ്. ഇനി ഓരോ ഏരിയയിലും ഫുള്ള് എല്ലാ റൂമിലും ഹാളിലും ഫുള്ള് നമ്മൾ ലൈന് ഇതേപോലെ നൂല് പിടിച്ചിട്ട് ലൈൻ മാർക്ക് ചെയ്യും. ഏകദേശം ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് നമ്മളെ ഫ്ലോർ വിരിക്കൽ കഴിയും. പിന്നെ നമ്മളെ പോളിഷിങ്ങിന്റെ വർക്കും പീസ് വർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. മൊത്തം ഏകദേശം ഒരു 20 ദിവസത്തോളം നമുക്ക് ടോട്ടൽ വർക്ക് വരും. ആ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പേജിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ വർക്കിംഗ് ഡീറ്റെയിൽസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. കട്ടിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറത്ത് പോയിട്ട് കട്ടിങ് കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. അപ്പോൾ അത് കണ്ടില്ലേ, കട്ടിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ബെൽറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഏകദേശം മെഷർമെന്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് കോമ്പട്ടൊക്കെ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരും നമ്മളോട് ചോദിക്കലുണ്ട്, നമ്മളെ പണിക്കാരെടുത്ത് റെയിലും കാര്യങ്ങളൊന്നും ഇല്ലേ. ശരിക്കും മാർബിളിന് ഈ റെയിലിന്റെ ആവശ്യം ശരിക്കും വരുന്നില്ല. അത് ഗ്രാനൈറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ചെയ്യല്. മാർബിൾ ശരിക്കും സാധാരണ നമ്മളിതുപോലെ മണലുകൊണ്ടിന്റെ എംസാൻഡ് കൊണ്ട് ബെഡ് ഇട്ടിട്ട് അതിൽ വെച്ചടുത്തിട്ട് ഇതേപോലെ അയച്ചിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യല്. നമുക്കിത് സ്ലാബ് വരുന്നത് ഓവർ സൈസ് അല്ല, നോർമൽ സൈസിൽ വരുന്ന സ്ലാബാണ്. അതുകൊണ്ട് തന്നെ ഒരു 3 പേരെന്നെ ശരിക്കും പിടിച്ചാൽ പോകുന്ന രീതിയിലുള്ള സ്ലാബ് ഉണ്ട്. ഓവർ സൈസിൽ സ്ലാബ് അല്ല. അതുകൊണ്ട് വർക്ക് എടുക്കാനും കാര്യങ്ങളൊക്കെ സുഖമായിരിക്കും. അപ്പോൾ ഓവർ സൈസിലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മെറ്റീരിയലിന് വരില്ല. പിന്നെ മാത്രമല്ല അർണാവറ്റ് സ്ട്രൈറ്റ് ലൈൻ പാറ്റേൺ വരുന്നതാണ്. അതുകൊണ്ട് ഡിസൈൻ ഒപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അങ്ങനത്തെ കേസുകൾ വരില്ല. നമുക്ക് സിമ്പിളായിട്ടുള്ള വർക്ക് കാര്യങ്ങളെ വരുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സാധനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു ഒരുപാട് ഷോപ്പുകളിൽ കോഴിക്കോടൊക്കെ നിങ്ങൾ പോയി നോക്കിയതാണ്. പിന്നെ നമ്മൾ തന്നെ എടുക്കാൻ കാരണം എന്താ? നമ്മളെ എടുക്കാൻ കാരണം വെച്ചാല് നമ്മള് ഏകദേശം 1.5 ആഴ്ചത്തോളം ഇത് തപ്പി നടന്നിട്ടുണ്ട്. മാർബിളും വേണ്ടി ഞങ്ങളുടെ ആദ്യത്തെ മാർബിൾ വളരെ എന്തോ അറിയില്ല വലിച്ചു വെച്ച് അതിന്റെ എന്തൊക്കെ കയറി ഞങ്ങൾ 2 പ്രാവശ്യം അടിച്ചു വെച്ചു. അപ്പൊ ഇത് കിട്ടിയിട്ടും നിങ്ങൾക്ക് വലിയ കാര്യമില്ല. അങ്ങനെയാണ് ഞങ്ങൾ വേറെ മാർബിള് മൊത്തത്തിൽ മാറ്റാന്നുള്ളതിലേക്ക് വന്നിട്ടാണ് ഞങ്ങൾ ആദ്യം ഇത് എടുത്തോട്ട് ഞങ്ങൾ പോയി. അപ്പൊ എനിക്കറിയാം സിംഗോ ആ ഭാഗത്തൊക്കെ കുറെ മാർബിളിന്റെ ഷോപ്പ് ഒക്കെ കയറിയായിരുന്നു. ഞങ്ങൾ ഈ പീസുമായിട്ടാണ് പോണത്. ഞങ്ങളുടെ മാർബിളിന്റെ അത് കിട്ടണേ ഇതൊക്കെ. പക്ഷെ ഞങ്ങളിങ്ങനെ പോയി നോക്കി പിന്നെ മലപ്പുറത്ത്
ഒരു യൂട്യൂബിൽ കണ്ടിട്ട് അതിന്റെ പേര് എനിക്കറിയില്ല. അവിടെ ചെന്ന് അവിടെയും സാധനങ്ങളുണ്ട്, പക്ഷെ അമ്മക്ക് മനസ്സിൽ പിടിക്കണ സാധനം കുറെ മുമ്പ് ഇറങ്ങിയ സാധനങ്ങളാണ് അവിടെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ഞങ്ങൾ അവിടുന്ന് അപ്പൊ തന്നെ ഞങ്ങൾ പോന്നിട്ട് ഇങ്ങനെ പിന്നെ എവിടൊക്കെ മോങ്ങോ ഏതൊക്കെ വെള്ളാമ്പ്ര ഏതൊക്കെ സ്ഥലത്ത് പോയിട്ടുണ്ട്. അങ്ങനെ കറങ്ങി ഞങ്ങള് ഇങ്ങനെ വെറുതെ ഞങ്ങൾക്ക് ഫുഡും കഴിക്കണം എന്ന രീതിയിലാണ് ഞങ്ങളെ ഷോപ്പിൽ ആ വഴി വരുന്നത്. പക്ഷെ യാദൃശ്ചികമായിട്ട് വൈറ്റ് കളർ കണ്ടപ്പോ കേറിയതായിരുന്നു. ഞങ്ങൾക്ക് വൈറ്റ് തന്നെ വേണം. അപ്പൊ അങ്ങനെ കേറിയപ്പോഴാണ് പുതിയ കായ് ഓപ്പൺ ആക്കിയതാ. പിന്നെ ഞങ്ങളുടെ പാണ്ടിക്കാട് അവിടെ നമ്മള് ഇവിടെ ഇപ്പൊ തുറന്നിട്ട് ഇപ്പൊ 2-2.5 മാസമായിട്ടുള്ളൂ. അവിടെ പാണ്ടിക്കാട് ഇപ്പൊ 5 വർഷത്തോളായിട്ട് പാണ്ടിക്കാട് ഷോപ്പുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് തോന്നി ഇപ്പൊ പുതിയ ആൾക്കാരല്ലല്ലോ, ആദ്യമുള്ള ആൾക്കാരല്ലേ. അപ്പൊ ഞങ്ങൾ അക്കൊന്ന് നോക്കി. സത്യത്തിൽ പറഞ്ഞാല് ഒരുപാട് ഐറ്റംസ് കാണുന്നുണ്ട്. നമ്മള് ഈ പോയോട്ടൊന്നും നമ്മൾ കാണാത്ത സാധനമാണ് ഉള്ളത്. വൃത്തിയും ആ ഒരു രീതിയിലുള്ളതാണ്. ഞങ്ങൾ കണ്ടത് ഇഷ്ടപ്പെട്ട് നിങ്ങളോട് ഇത് നമുക്ക് വേണട്ടോ പറഞ്ഞ് പോന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ കാണാം. അമ്മക്ക് നിങ്ങളെ തൃപ്തിപ്പെടുത്താന്നല്ല നമ്മള് അതായത് വീട് തന്നെ നമ്മൾ ഒറ്റ പ്രാവശ്യം ചെയ്യുന്ന പരിപാടിയാണ്. നമുക്ക് 100% അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങള് ഇത് ഫുള്ള് കുത്തിപ്പൊളിച്ചെടുത്തല്ലോ. എടുത്ത സമയത്ത് കോൺക്രീറ്റ് പറഞ്ഞ സാധനം അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് കുത്തിപ്പൊളിക്കണമെന്ന് ഞാൻ ഇവിടെ വന്നു. കോൺക്രീറ്റ് പറഞ്ഞ സാധനം അതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. ഫുള്ള് മറ്റേ പണ്ടത്തെ പഴയ രീതിയിൽ തന്നെ ബോളർ അമർത്തിയിട്ട് പരുക്കെട്ടിക്കാണ്ട് അതിന്റെ മുകളിൽ മാർബിൾ ഇട്ടൊക്കെയാണ്. ഈ പല സ്ഥലത്തും നമുക്ക് മാർബിൾ താന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വിള്ളല് വന്നിട്ടുണ്ട്. വിള്ളല് വന്നെന്ന് വെച്ചാൽ നമ്മള് ഫ്ലോറ് താന്നതുകൊണ്ടാണ് ആ വിള്ളല് വന്നത്. അതെ. ഈ ഫ്ലോറ് താകുമ്പോഴാണ് ആ വിള്ളല് വരുന്നത്. അല്ലാതെ മാർബിൾ ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് പൊട്ട് കാര്യങ്ങളൊന്നും ചെയ്യൂല. ഫ്ലോർ താന്നു കഴിഞ്ഞാൽ പിന്നെ മാർബിളിന് പൊട്ടല്ലാതെ വേറെ മാർഗമല്ല. ഏകദേശം കോഴിക്കോട് ഏരിയ മൊത്തം ഞങ്ങൾ ഈ മലപ്പുറത്ത് ഇതിലും കേട്ടു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഉറപ്പായി അറിയാൻ മതി. ഞങ്ങള് പറഞ്ഞിട്ടിട്ടും ഒരാഴ്ചന്റെ അടുത്തൊക്കെ ആയിട്ട് ഞങ്ങളേക്ക് വരുന്നത്. നമ്മളാ സാധനം ഉണ്ടാവോ ഇല്ലേ എന്നുള്ളതൊക്കെയാണ് വരുന്നത്. പക്ഷെ വീണ്ടും കണ്ണ് ഓടിച്ചിട്ടുണ്ടായി ആൾക്കാര് ഇത് വിൽക്കാന്നുള്ളത് പലരുമായിട്ട് പറയും. ഇത് പെർഫെക്റ്റ് ആയിട്ട് ആൾക്കാരെ തന്നെ ഇത് എത്തിപ്പെടണം, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് കൊണ്ടുപോകുന്ന കാര്യം. പക്ഷെ നിങ്ങള് വന്ന് നോക്കിയപ്പോ ഇത് നമ്മളെ അടുത്ത് ഇതിനെ മുന്നേ എടുക്കാന്ന് പറഞ്ഞോല് കുഴപ്പമില്ല, ഇത് നമ്മള് വിരിച്ചേരാന്നാ. പക്ഷെ ഇത് മാന്തിയിട്ടപ്പോൾ നമ്മൾ മനസ്സിലാവും നേരടിയിൽ ചടയാ. ഒരിക്കലും വിരിക്കാൻ കഴിയില്ല. അതിന്റെ മുകളിൽ നമുക്ക് വിരിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ അന്ന് വന്നിട്ട് വാട്ടർ ലെവൽ ചെക്ക് ചെയ്തു. വാട്ടർ ലെവൽ ചെക്ക് ചെയ്ത സമയത്ത് പല സ്ഥലത്തും കോൺക്രീറ്റ് ഇല്ല. കോൺക്രീറ്റ് ഇല്ല എന്ന് മാത്രമല്ല, കല്ല് മാത്രമാണ് കാണുന്നത്. ഈ കോൺക്രീറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് വന്ന് കോൺക്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പോയത്. പിന്നെ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഇവിടെ തീരെ കോൺക്രീറ്റ് ഇല്ല. കോൺക്രീറ്റ് ചെയ്യുന്ന ആളാ പറഞ്ഞത് ഇവിടെ തീരെ കോൺക്രീറ്റ് ഇല്ല. ഞാൻ സത്യത്തിൽ നിങ്ങളെ ഏൽപ്പിച്ചപ്പോ കറണ്ടിന്റെ പ്രശ്നമൊക്കെ ശരിയായപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാട്ടിലൊക്കെ പഠിക്കാനുണ്ടായിട്ടുണ്ട്. അവരെ തന്നെ ഏൽപ്പിച്ചിട്ട് എന്തായിരുന്നു. ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ തുടങ്ങാൻ പറഞ്ഞിട്ട് ഒരു ആഴ്ചയോളം നമ്മൾ ഡിലേ വന്നു തുടങ്ങാൻ വേണ്ടിട്ട്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരിക്കലും പുറത്തത്തെ ഒരു പണിക്കാരെ നമ്മൾ വർക്ക് ഏൽപ്പിക്കല്ല. നമുക്ക് ഇനി എത്ര ഓവർലോഡ് വർക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ ആ ഡിലേ വന്നു കഴിഞ്ഞാലും നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് 100% വർക്ക് ഓക്കെ ആണെന്നുള്ള പണിക്കാരെ മാത്രമേ നമ്മൾ വിടുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളോട് നാളെ എന്നോട് പണിക്കാരൻ വേണമെന്ന് അറിയാം. ഞങ്ങൾ ഒരു 18 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആൾക്കാരാണ്. നമുക്ക് നാളെ ഒരു പണിക്കാരനെ ഒപ്പിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ഒരു 10 കോൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു 5 പണിക്കാരെങ്കിലും നമുക്ക് സെറ്റ് ആവും. അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഫീൽഡിലുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമുക്ക് വർക്ക് ഉണ്ടോ, വർക്ക് തരുമോ ചോദിച്ചുകൊണ്ട് ഇപ്പോഴും നമുക്ക് വിളിക്കുന്നുണ്ട്. നമ്മൾ ഈ വർക്ക് കൊടുക്കാത്ത കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ വർക്ക് എങ്ങനെയുണ്ട് നമുക്ക് അറിയൂല. നമ്മൾ സ്ഥിരം നമ്മളടുത്ത് വർക്ക് എടുക്കുന്ന സ്ഥിരം ആൾക്കാരെ മാത്രമേ നമ്മൾ വർക്കേഴ്സിന് വിടുള്ളൂ. ഒരാഴ്ച വൈകിന് ഇപ്പൊ ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് നമ്മളൊക്കെ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഇക്കാരുടെ ആ സാഹചര്യങ്ങൾ വിശദാക്കി കുറേ ഇക്കാക്ക് കാര്യം മനസ്സിലായിക്കണേ. അപ്പോ ചില കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് നമ്മൾ വർക്ക് ഡിലേ ആയി കഴിഞ്ഞാൽ പ്രഷർ കയറി ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നമ്മളിപ്പോ ഒരാഴ്ച ഡിലേ ആയി, ആ ഡിലേ ആയില്ല ദേഷ്യപ്പെട്ടാൽ മതി. ദേഷ്യം നമ്മൾ കേട്ടാൽ മതി, ആ ചീത്ത നമ്മൾ കേട്ടാൽ മതി. വർക്ക് കംപ്ലൈന്റ് ആയി എന്ന് പറഞ്ഞിട്ട് ചീത്ത കേൾക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരില്ല. ഞങ്ങൾക്ക് അനുഭവിച്ചില്ലേ, ഞങ്ങൾ അനുഭവിച്ചതല്ലേ. ഇപ്പൊ കോൺക്രീറ്റ് ചെയ്യണോര് ഇത് കണ്ടിട്ട് നിങ്ങള് വന്ന് കോൺക്രീറ്റ് അതെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇപ്പൊ അന്ന് നിങ്ങൾ എന്നോട് വന്ന് നോക്കാൻ പറഞ്ഞു, നിങ്ങൾ മാർബിൾ കുത്തി പൊളിച്ചിട്ട് വന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ വിരിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വിരിച്ചു പോയി കഴിഞ്ഞാല് നിങ്ങളിപ്പോ അനുഭവിച്ചൊരു പ്രശ്നം ഉണ്ടല്ലോ. നിങ്ങൾ വളരെ മാർബിൾ കുത്തി പൊളിച്ച് കളഞ്ഞു, ആ അനുഭവിച്ച പ്രശ്നം അതേപോലെ നിങ്ങൾക്ക് 2 വർഷമാകുമ്പോൾ ഇതിന്മേലും വരും. 100% പല സ്ഥലവും കോൺക്രീറ്റ് താന്നു കഴിഞ്ഞാൽ, കോൺക്രീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ മണ്ണ് സ്വാഭാവികമായിട്ടും താവും. ഈ താന്നു കഴിഞ്ഞാൽ മാർബിൾ വിള്ളല് വരും.
അടിത്തറ പോയി കഴിഞ്ഞാൽ പിന്നെ മാർബിൾ നിലനിൽപ്പില്ലല്ലോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, കോൺക്രീറ്റ് ചെയ്യാതെ നമ്മളിത് മിരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയത് അതുകൊണ്ടാണ്. ഇപ്പൊ എന്തായാലും ഉഷാറായിട്ട് എല്ലാം കോൺക്രീറ്റ് ചെയ്ത് ഇനി നമുക്ക് ഉഷാറായിട്ട് നമുക്ക് മനസ്സിലാ സന്തോഷമായി. കാരണം വെച്ചാൽ അയിമ തന്നെ വീണ്ടും വിൽക്കുകയാണ്, വീണ്ടും ഈ പ്രശ്നം വരികയാണെങ്കിൽ 100% അത് വരും. കുത്തിപ്പൊളിക്കാൻ പറ്റും. അതെ, നമ്മൾ കണ്ട് ഇതിന് നേരാക്കി കെട്ടണ മണ്ണ് അങ്ങനെ നമ്മള് ആ കല്ല് എന്ന് നോക്കുമ്പോ അതിന് ഒന്നുമില്ല, സിമെന്റ് ഇല്ല, കോൺക്രീറ്റ് ഇല്ല, സിമെന്റ് ഇല്ല, ഒന്നുമില്ല. കളിക്ക് അങ്ങനെ വന്നപ്പോ കോൺക്രീറ്റ് നന്നായി ഇങ്ങനെ ചെയ്യിച്ചത്, അങ്ങനെ വന്ന് നോക്കിയതും അങ്ങനെ പറഞ്ഞതും നന്നായില്ലെങ്കിൽ ഇതുമ്മ തന്നെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, വീണ്ടും തന്നെ വരുന്നത്. അതെ, നമ്മളിപ്പോ ഇന്നിപ്പോ വർക്ക് സ്റ്റാർട്ട് ചെയ്യണേ, ഇനിയിപ്പോ എത്ര ദൂരത്തെ സ്ഥലമാണെങ്കിലും സൈറ്റ് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ഉണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാല് ആ സൈറ്റിൽ നമ്മൾ എത്താതെ അവിടെ വർക്ക് തുടങ്ങൂല. അതിനേക്കാൾ നമുക്ക് ഭയങ്കര സന്തോഷം കാര്യം ഞങ്ങൾ മാർബിൾ ഉണ്ടായ സ്ഥലം താന്നത് രാത്രി അതെ, അന്നത്തെ കേസ് അത് നമുക്ക് ചെയ്യാതെക്കാൻ പറ്റില്ല. കാരണം മാർബിളിന്റെ അട്ടി മറിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപന്റെ മുതലല്ലേ. സമയത്ത് വന്നിട്ട് നാളെ പുസ്തകത്ത് പോലെ എട്ട് മാറ്റി നമുക്ക് പറഞ്ഞോട്ട് നമുക്ക് മനസ്സിലായി. അത് നമ്മള് ചെയ്യേണ്ട നമ്മളെ ബാധ്യതയാണ്. അത് നമ്മൾ ഒരിക്കലും നമ്മളെ മെറിറ്റ് ആയിട്ട് നമ്മൾ കാണില്ല. മഴയൊക്കെ ചെയ്യുന്ന ദിവസമാണ് നമുക്ക് പറയുന്നത് നമ്മള് നാളെ തരാറ്. പക്ഷെ നമ്മള് വരാറല്ലോണ്ട് നിൽക്കുക മൂലകാലം താങ്ങാറുണ്ട്. രാത്രി തന്നെ വന്നോട്ട് വരുന്നു. ഞങ്ങക്ക് മനസ്സിലായി ഫോൺ ചെയ്താ ഫോണെടുത്ത് ചിലരുണ്ടായി ഫോൺ ചെയ്ത ഫോൺ വരാൻ വിചാരിച്ചാൽ ഫോൺ എടുത്തില്ല. പല പണി നമ്മൾ ചെയ്യിച്ചാല് അതിന്റെ ഫോൺ എടുക്കൂല. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വിളിച്ചാൽ ഇന്നലെ ഞാനൊക്കെ ഞങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങൾ എടുക്കാത്തോണ്ട് നിങ്ങൾ തിരിച്ചു വിളിച്ചു. അപ്പൊ അങ്ങനെ വരാൻ വിചാരിച്ചില്ലെങ്കിൽ തിരിച്ചു വിളിച്ചു. നല്ല കാര്യം നമ്മളെന്താ ചിലപ്പോ ചില സാഹചര്യങ്ങൾ ഇങ്ങനെ സംസാരത്തിൽ എഴുതുമ്പോ അപ്പൊ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യം. അപ്പൊ നമ്മൾ പക്ഷേങ്കിൽ 5 മിനിറ്റിനുള്ളിൽ നമ്മൾ തിരിച്ചു വിളിക്കും. ഈ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാല് ചില സമയത്ത് നമ്മൾ കാണൂല. ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ്. ഇപ്പൊ നമ്മള് വീഡിയോ ഒക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് എൻക്വയറി വാട്സപ്പിൽ ഒരുപാട് ഉണ്ടാവും. താഴെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടേക്കാരും ചിലപ്പോ മെസ്സേജ് ശ്രദ്ധയിൽ പെടുക. അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നത് ചിലപ്പോ നമ്മൾ കാണൂല. നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ എന്തായാലും മൊബൈൽ എടുക്കുമ്പോ മിസ് കോൾ കാണും. അത് എന്തായാലും എങ്ങനെയായാലും നമ്മൾ റിപ്പീറ്റ് ഇത് കോൾ തിരിച്ചു ഫോൺ അങ്ങോട്ട് തിരിച്ചു വിളിക്കൂ. അപ്പൊ പിന്നെ ആ ഒരു വിഷയം വരൂല, കപ്പിയെടുക്കേണ്ട ആവശ്യമില്ല. അതെ അതെ, നമ്മളെന്തായാലും നമ്മളെടുത്ത് ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് വിളിച്ചു പറയാം ജംഷേജ് ചെയ്ത് ശരിയായില്ലട്ടോ എന്നുള്ളൊരു വർത്താനത്തിലുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ എന്തായാലും ഒരു സൈറ്റിൽ നമ്മൾ കൊടുക്കൂല. അത് നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നോക്കും. നമുക്ക് മനസ്സിലായി. 2 വീഡിയോസ് ഒക്കെ നമ്മള് കണ്ടിട്ടുണ്ട്. ഇതില് വേറൊരു ഇതുണ്ട്, വർക്ക് എടുക്കാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഇത് നിങ്ങൾ മെറ്റീരിയൽ എടുക്കും. ആ വർക്ക് ഒന്നെങ്കിൽ നിങ്ങളെ നാട്ടിൽ നിങ്ങൾക്ക് അത്രയും പരിചയമില്ല ഏതെങ്കിലും വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഷോപ്പിൽ തന്നെ എവിടുന്നാണോ മാർബിൾ എടുക്കുക. ഇപ്പൊ ഇന്ത്യ എടുത്താണെങ്കിൽ ഇന്ത്യ അടുത്ത് വർക്കേഴ്സിനെ ഏൽപ്പിക്കുക, അല്ല വേറെ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് എടുക്കണമെങ്കിൽ അവരെ തന്നെ വർക്കേഴ്സിനെ ഏൽപ്പിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ വീട് എനിക്ക് നിങ്ങൾ വർക്ക് തന്നു, ഇത് നിങ്ങളിതിലേറെ ആഗ്രഹിക്കാരോ ഇത് നന്നായി കാണണമെന്ന് എനിക്ക്. അതെ, കാരണം അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ ബന്ധുക്കത്തും നിങ്ങളെ അയൽവാസികളൊന്നും വേറെ ഇതൊടുന്ന ചെയ്ത് ചോദിക്കും ഉഷാറായി കണ്ടു കഴിഞ്ഞാല്. സാധനങ്ങൾ കണ്ടതോടുകൂടി നമ്മള് എന്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്ഥലം കിട്ടോ, നല്ല അതാണ് നല്ല കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട് കിട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഓള് പറഞ്ഞു എന്നാ പോയോ എന്റെ പേര് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ അമ്മ അത്രയും സാധനങ്ങളാണ് കണ്ടത്. ഒരുപാട് സാധനത്തിലല്ല കാര്യം, ഒരുപാട് പൊടി പിടിച്ചതും പഴയ സാധനങ്ങളും കൊണ്ടുപോയി. ഇപ്പൊ ഇതെന്താ ചെയ്യുന്നാല് ഇപ്പൊ നമ്മളെ പാണ്ടിക്കാട് ഷോപ്പില് ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ കുറഞ്ഞ ക്വാളിറ്റിന്റെ സാധനമുണ്ട്, ഇടത്തരണ്ട്, ഫുൾ നല്ല സാധനങ്ങളുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇവിടെ നമ്മള് കാവിന്റെ ഒരു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പുതിയ നല്ല ഐറ്റംസ് മാത്രം സെലക്ട് ചെയ്ത് മാത്രമേ ഇവിടെ കൊണ്ടു വെച്ചിട്ടുള്ളൂ. ഇല്ല നമ്മള് വെറുതെ ഷോപ്പ് ഫുള്ളാക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ ഷോപ്പ് ഇപ്പോഴും യാർഡ് ഫുൾ ആയിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ, യാർഡിന്റെ പകുതി എത്തിയിട്ടുള്ളൂ. ഇവിടുത്തെ ഷോപ്പ് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് അവിടെ കണ്ട എല്ലാ കച്ചറ സാധനം മൊത്തം വലിച്ചേരി കൂടെ കൊടുന്ന് വെച്ചിട്ടില്ല. അത്യാവശ്യം സെലക്ടഡ് ആയിട്ടുള്ള മാത്രം സാധനം മാത്രമേ വെച്ചിട്ടുള്ളൂ. അതെ, ഞാൻ പറഞ്ഞില്ല നമ്മള് കാണാൻ ഇഷ്ടംപോലെ ചുങ്കത്തറയുടെ പോയാൽ നിറയെ സാധനങ്ങളുണ്ട്. നമ്മൾ പറയില്ല സാധനങ്ങളുണ്ട്, പലർക്കും പല ഇഷ്ടങ്ങളല്ലേ. പക്ഷെ ഞങ്ങള് വീണ്ടും കറങ്ങി തിരിഞ്ഞു പറയാൻ നിങ്ങളടുത്ത് വീണ്ടും പോയി കറങ്ങി തിരിഞ്ഞ് വീണ്ടും ആടാൻ. പക്ഷെ ഒരുപാട് നമ്മള്
ഇങ്ങനെ നോക്കിയെടുക്കണല്ലോ. ഇപ്പൊ ഈ കേസ് ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ വേറെ ഏതോ ഷോപ്പിൽ നല്ലോണം സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഇതേ അവസ്ഥ നമ്മളെ പാണ്ടിക്കാട് ഷോപ്പ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നോക്കിയിട്ട് ആകെ കൺഫ്യൂഷൻ ആവും. അത്രയും സ്റ്റോക്ക് നമ്മളവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ആ സ്റ്റോക്ക് അവിടെ നിൽക്കുക എന്നല്ലാതെ നല്ല സാധനങ്ങൾ മാത്രമേ വിറ്റ് പോകണുള്ളൂ, ബാക്കിയെല്ലാം അവിടെ നിൽക്കുക തന്നെയാണ്. അത് നമുക്ക് അവിടെ ശരിക്കും അറിയാം. അതുകൊണ്ട് ഇവിടെ നല്ല സാധനം മാത്രമേ നമ്മൾ ഇറക്കിയിട്ടുള്ളൂ. ഒരാൾ എടുക്കുന്ന സമയത്ത് ഇത് മോശം സാധനമാണെന്നുള്ളൊരു വർത്താനത്ത് ഗ്യാപ്പ് വരാത്ത സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ ഷോപ്പിൽ ഇറക്കിയിട്ടുള്ളൂ. പെട്ടെന്ന് മാത്രമല്ല ഇതിലപ്പോ തിരിഞ്ഞേറി അതിലാണെങ്കിൽ അതൊന്നും ഞങ്ങൾക്ക് നല്ല ഇതിൽ നമുക്ക് നോക്കാം, നമുക്ക് എല്ലാം കണ്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ. നമുക്ക് ഉറപ്പിച്ചത് അത് വീണ്ടും അവിടെ എത്തിപ്പെടാൻ തന്നെ കാരണം. ഇപ്പൊ പറയാത്ത സത്യം നമ്മൾ നിങ്ങളോട് വേണമെന്ന് പറഞ്ഞിട്ടോ ഞങ്ങൾ പിന്നെ തെരഞ്ഞെടുക്കാൻ ഇതാണ് നമ്മളെ ആവശ്യമല്ലോ ഇത്. അങ്ങനെ തെരഞ്ഞെടുക്കുന്നത്. ഇനിയിപ്പോ ഏകദേശം നമുക്കിന്ന് വർക്ക് തുടങ്ങി കഴിഞ്ഞാല് ഇനിയിപ്പോ നമുക്ക് ഡിലേ കാര്യങ്ങളൊന്നും വരൂല. ഇനിയിപ്പോ നമുക്ക് വന്നിട്ട് ഒരു 20-25 ദിവസത്തിനുള്ളിൽ നമുക്ക് മൊത്തം വർക്ക് തീർന്ന് ഫിനിഷ് ചെയ്ത് നമ്മൾ ഇവിടുന്ന് മൊത്തം കാലിയാക്കി തരും. അത് നമ്മള് ഉറപ്പാണ്. അതിനപ്പുറത്ത് നമ്മുടെ കറണ്ടിന്റെ പ്രശ്നമില്ല. ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് എല്ലായിടത്തും 3 ദിവസം കൊണ്ട് തീരേണ്ട വർക്ക് 4 ദിവസം 5 ദിവസം സമയം വരുന്നത്. ഒരാളോട് കറക്റ്റ് ദിവസം പറയാൻ അതെ, ഒരാളോട് കറക്റ്റ് ദിവസം പറയാൻ പറ്റണില്ല. ഇപ്പത്തെ സാഹചര്യം അതാണ്. കാരണം ഒന്ന് കഴിയുമ്പോഴത്തേന് മഴ പെയ്യുമ്പോഴത്തേന് കറണ്ട് പോവുക, പിന്നെ 1 മണിക്കൂർ വെറുതെ ഇരുന്ന് പിന്നെ കറണ്ട് വരുന്നത്. കാരണം വേറെ കുറ്റം പറയില്ല, മരം മുഖാണ്. മരം വീണ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലായിടത്തും ഇഷ്യൂ ആണ്, കറണ്ട് പോകുക തന്നെ കറണ്ട് പോകാൻ. ഇപ്പൊ 3 ദിവസം കൊണ്ട് തീർക്കേണ്ട വർക്ക് 6 ദിവസം 7 ദിവസം ഇരുന്നാണ്ട് ഇപ്പൊ വർക്ക് തീർത്തിട്ടുണ്ട്. നമ്മളാ കസ്റ്റമറോട് പറയണത് എന്താ, നിങ്ങൾ ഇവിടെ കറണ്ട് ഇല്ല, ഞങ്ങൾ വേറെ സൈറ്റിൽ കോട്ടെ പോകാൻ പറ്റൂല. അതെ അതെ, ഇവിടുന്ന് തീർത്തിട്ട് പോകാൻ പറ്റുള്ളൂ. അത് ഒരിക്കലും ഇപ്പൊ നമ്മളാണെങ്കിലും നമ്മളെ അയക്കൂല, നമ്മളെ വർക്ക് തീർന്നിട്ട്. അപ്പൊ ഈ കറണ്ട് വരുന്നതിനനുസരിച്ച് വർക്ക് എടുത്ത് തീർത്ത് അങ്ങനെ പോയി. പിന്നെന്താ വെച്ചാൽ ഒരു ദിവസം ഇവിടെ വർക്ക് എടുക്കുക, ഒരു ദിവസം അപ്പുറത്ത് വർക്ക് എടുക്കുക, അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പൊ ഇതിപ്പോ വിരിച്ച് കഴിയാൻ ഏകദേശം 3 ദിവസം 4 ദിവസം. ഈ 4 ദിവസം ഇവിടെ തീർത്തിട്ട് ഇനി ഒരടുത്ത സൈറ്റിൽ പോലും പോകുള്ളൂ, നമ്മൾ പറഞ്ഞേക്കുള്ളൂ. ആ ഒരു കറക്റ്റ് എടുക്കുന്ന വർക്ക് പ്രോപ്പറായിട്ട് കറക്റ്റ് എടുത്ത് അങ്ങനെ പോകും. വർക്ക് ഇനി തടസ്സം കാര്യങ്ങളൊന്നും ഇനിയിപ്പോൾക്ക് ലീവ് വരാനുള്ള ചാൻസ് എന്താ വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ പോളിഷിങ്ങുകാർ വന്നിട്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും തന്നെ വരണം. ഇവർ വരുന്ന സമയത്ത് ചിലപ്പോൾ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും സൈറ്റിൽ വർക്കിലേക്ക് കയറാം. ആ സമയത്ത് ചിലപ്പോൾ 1-2 ദിവസത്തെ ലീവ് വരും. അല്ലാതെ നമുക്ക് ലീവ് ഒരിക്കലും വരൂല. അപ്പൊ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ മാക്സിമം 4 ദിവസത്തെ വർക്ക് ഉണ്ടാകുക. ആ വർക്ക് അതിനനുസരിച്ച് ഷെഡ്യൂൾ ഇടുള്ളൂ. ഇവിടെ കഴിഞ്ഞനുസരിച്ച് ഷെഡ്യൂൾ ഇടുക. ചിലപ്പോൾ 1-2 ദിവസത്തെ ലീവ്, എല്ലാവരും നമുക്ക് കൂടുതൽ വരൂല.